ഹലോ നമസ്കാരം. നമ്മുടെ വീഡിയോ വലിയ നീളമുള്ള വീഡിയോ ഒന്നുമല്ല, ജസ്റ്റ് നമ്മുടെ സ്റ്റോറിൽ നമ്മൾ ഏലക്ക ഉണങ്ങുന്ന എല്ലാം കാണിച്ചു. അപ്പോൾ അതിൻ്റെ ക്ലീനിങ് കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് അതിൻ്റെ ക്ലീനിങ് ആണെന്ന്. നമ്മുടെ സ്റ്റോർ എന്തൊക്കെയാണ് ചെയ്ത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത്, വലിയ പണിയൊന്നുമില്ല. പക്ഷേ സ്റ്റോറിൻ്റെ ഇത്രയെല്ലാം എല്ലാ കാര്യങ്ങളും കാണുമ്പം അതെങ്ങനെയാണ് ഇതിൻ്റെ ക്ലീനിങ് എങ്ങനെയാണ് കാണണമല്ലോ. അപ്പം നമുക്ക് എന്താ ഈ ക്ലീനിങ്ങിൻ്റെ ടൈമിൽ, അതായത് ഒരു 3-4 പ്രാവശ്യത്തെ ഏലക്ക ഇട്ട് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ അടുപ്പിച്ച് കായിടുകയാണെങ്കിൽ അതിന് ശേഷം എങ്ങനെയാണ് ഇത് ക്ലീൻ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ എന്താണ് അതിൻ്റെ ക്ലീനിങ്, എന്താ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മുടെ സ്റ്റോർ എന്ന് പറയുമ്പോൾ ഈ ഒരു ബോക്സിന് വലിയ ക്ലീനിങ് ഒന്നും വരുന്നില്ല. ഇതിനകത്ത് വലിയ ക്ലീനിങ് ചെയ്ത് നമ്മൾ ഓരോ പ്രാവശ്യം ഏലക്ക അടിച്ച് കഴിയുമ്പോൾ അന്നേരം ഇത് ക്ലീൻ ചെയ്ത് വിടുകയായിരുന്നു. നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ട വരുന്നത് ഈ ഒരു പെട്ടിക്കാണ്. ഇതിനകത്താണ് നമ്മുടെ കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പം ഇതിൻ്റെ ക്ലീൻ ചെയ്ത് കറുത്ത കളറായതുകൊണ്ട് പെട്ടെന്ന് കാണാൻ പറ്റുമല്ല. എന്നാലും ഇതിൻ്റെ ക്ലീനിങ് എങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ക്ലീനിങ്ങും പരിപാടിക്കൊന്ന് കണ്ടിട്ട് വരാം. ഇത് കുറച്ച് കട്ടിയുള്ള കുഴലുകളാണ്. അത് ഇതിനകത്തൂടെയാണ് നമ്മുടെ തീയുടെ പുക കടന്നു പോകുന്നത്, ചൂടായിട്ടുള്ള തീ കടന്നു പോകുന്നത്. ഇത് 4 സൈഡിൽ നിന്നും ഓപ്പൺ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഇതിന് മൊത്തത്തിൽ 5 ഓപ്പണിംഗ് ഉണ്ട് ഇതിന് മൊത്തത്തിൽ. അപ്പോൾ നമ്മൾ ഈ 5 സൈഡ് ഓപ്പൺ ചെയ്തിട്ടാണ് നമ്മളിത് ക്ലീൻ ചെയ്യുന്നത്. ഇപ്പോൾ കാണാൻ നമുക്ക് ഇതിനകത്ത് നിറച്ച് കരി അടിഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ കരി അടിഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള ചൂട് കിട്ടുകയില്ല. നമ്മൾ കൂടുതൽ വിറകിട്ട് കത്തിക്കേണ്ടി വരും. അപ്പോൾ ഈ കരിയെല്ലാം നമുക്ക് ക്ലീൻ ചെയ്ത് കളയണം. നമ്മുടെ ഇതിനകത്ത് സ്റ്റോറിനകത്ത് മെയിനായിട്ട് ക്ലീനിങ് സെക്ഷനിൽ വരുന്നത് ഈ കുഴൽ ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്തുള്ള ഈ കരി ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. ഇതിനകത്ത് ശരിക്കും ഈ 4 കുഴലുകൾ ക്രോസായിട്ട് അങ്ങ് കണക്ട് ചെയ്ത് കൊടുത്തേക്കുവാണ്. അപ്പോൾ ഇതിനകത്തൂടെ ചൂട് കടന്നുപോയി ഈ കുഴൽ ചൂടാകുമ്പോൾ ഈ ചൂടാണ് നമ്മുടെ ബ്ലോവർ വലിച്ചെടുത്ത് നമ്മുടെ ഏലക്കയിലേക്ക് കൊടുക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ ഈ സ്റ്റോറിൻ്റെ ഒരു പ്രവർത്തനം അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മളിത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ്, ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ വയറിംഗ് ബ്രഷ് വെച്ച് ഇതിലെ കരി മൊത്തം കൂടെ ഉരച്ച് കളയുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കാണാം, ഫ്രണ്ടിൽ നിന്ന് നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്ത ഹോളിനകത്തൂടെ വയറിംഗ് ബ്രഷ് കടത്തി വിടുമ്പോഴത്തേക്ക് ഉള്ളിലുള്ള ഇതിലേക്ക് അത് വരുന്നത്. ഇതെല്ലാം കണക്റ്റഡാണ്, ഈ കുഴലുകളെല്ലാം തന്നെ കണക്റ്റഡാണ്. ഇതിനകത്തൂടെ എല്ലാത്തിനകത്തോടെയും നമ്മുടെ ചൂട് സ്പ്രെഡായി പോയിട്ടാണ് ഇത് ശരിക്കും ചൂടാകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ടോപ്പിലാണ് നിങ്ങൾക്ക് ടോപ്പിൽ കാണാൻ പറ്റും ചെറിയൊരു ലിവറൊക്കെ ആയിട്ട്. അതിനകത്താണ് നമ്മൾ ബ്രിക്കറ്റ് ഇട്ട് കൊടുക്കുന്നത്. ബ്രിക്കറ്റ് ഇട്ട് കൊടുക്കുന്ന സ്ഥലവും ഇതുപോലെ തന്നെ വയറിംഗ് ബ്രഷ് വെച്ച് നമുക്ക് ക്ലീൻ ചെയ്യേണ്ടതാണ്. നമുക്കിപ്പോൾ ഇവിടെ കാണാം, ഇതാണ് ഇതിൻ്റെ അടുപ്പ്. ഈ അടുപ്പ് ഈ ബോക്സിനകത്ത് ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു അടുപ്പാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് അതിലോട്ട് എയർ അടിക്കാനുള്ള ബ്ലോവറിൻ്റെ പൈപ്പാണ്, ചെറിയ പൈപ്പ് കാണിച്ചേക്കുന്നത്. നമുക്ക് പുറത്ത് കാണുന്ന ഏകദേശം അത്രയും തന്നെ വലിപ്പമുള്ള, ഓപ്പൺ ചെയ്ത ആ ഒരു പീസ് കണ്ട അത്രയും തന്നെ വലിപ്പമുള്ള പൈപ്പാണ് നമ്മൾ ശരിക്കും ഇതിനകത്തൂടെ തീ കടന്നു പോകുന്നത്. ആ പൈപ്പാണ് ചൂടാകുന്നത്. അതുപോലെ തന്നെ ഈ അടുപ്പും ചൂടാകുന്നതിൻ്റെ ഇതും കൂടെ നമുക്ക് നമ്മുടെ ബ്ലോവർ വലിച്ചെടുത്ത് ഏലക്കയിലോട്ട് തട്ടുകയാണ് ചെയ്യുന്നത്. നമുക്ക് കാണാം, ഇത് ബ്ലോവർ ഇത് രണ്ടുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള പാർട്ടാണ് ബ്ലോവറും ഇതുമായിട്ടുള്ള. അത് നമ്മുടെ ബ്ലോവറിൻ്റെ ഫാനാണ്, ലീഫാണ് അകത്ത് കാണുന്നത്. ഇത് രണ്ടും കൂടെ കണക്റ്റ് അയക്കുന്നത് ഈ ഒരു ചെറിയ ഡിസ്റ്റൻസിലാണ് ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്തിട്ടേക്കുന്നത്. ഇതുപോലെ നമ്മൾ ഫുള്ള് വയറിംഗ് ബ്രഷ് വെച്ച് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ തുണി വെച്ച് വലിച്ച് കളയുകയാണ്. നമ്മുടെ സ്റ്റോറിൻ്റെ വീഡിയോ കാണിച്ചാൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു വീഡിയോ ആണ് അതിൻ്റെ ക്ലീനിങ്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ തീർന്നു. ഇത് വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പം